യാത്രക്കാർക്കുണ്ട്. അതുകൊണ്ട് റെയിൽവേ ചെയ്യുന്ന നല്ല നല്ല കാര്യങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ ഉപയോഗിക്കുക. ഇപ്പം തന്നെ ഇത്രയും കൂടിയിരുന്ന ആളുടെ വണ്ടി വരുന്ന വണ്ടിയുടെ തല കാണുമ്പോൾ തന്നെ നേരെ അങ്ങേ ഭാഗത്ത് പോകും. നമുക്കൊരു പേപ്പറും 10 മിനിറ്റ് പോകും. നിങ്ങൾ മനസ്സിലാക്കിക്കോ. അതായത് നമുക്കൊരു പേപ്പറും 10 മിനിറ്റ് ഈ പോസ്റ്റ് മട്ടത്തിന്റെ കാര്യങ്ങളൊക്കെ എഴുതലും അത് ബോഡി വീട്ടിൽ കൊണ്ടൊക്കെ ഇല്ലു. വീട്ടിലും കൂടി നമ്മൾ കൊണ്ടുപോയില്ല, അതിലും ബാക്കി ഹോസ്പിറ്റലിൽ അധികം കൊണ്ടുപോകും. അതുകൊണ്ട് അങ്ങനെയുള്ള മരണം നിങ്ങളെ മക്കളെയും നിങ്ങൾ ക്ഷണിച്ചു വരുത്തണ്ട. തിരിച്ചറിയാൻ പറ്റാത്ത ആർക്കും കാണുന്നുണ്ടെങ്കിൽ ഞാൻ മൊബൈലിൽ കാണിച്ചു തരാം. വളരെ വളരെ ദയനീയമായ സംഭവങ്ങളാണ് ഈ അടുത്ത കാലത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ലേഡീസിനെ യാത്രയാക്കാൻ പലരും പറയും റെയിൽവേയിൽ മക്കളെ ഒറ്റയ്ക്ക് യാത്രയാക്കാൻ പറ്റൂല, അല്ലെങ്കിൽ പേടിയെ. ഇപ്പൊ ഒരു പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. നമ്മൾ നിങ്ങളെ പിന്തുടരുന്നുണ്ട്. പിന്നെ നമ്മുടെ ഉദാഹരണത്തിൽ ഇപ്പൊ മംഗലാപുരം എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം വരെ വരുന്ന ഒരു യാത്രക്കാരി ഒരാളാണെങ്കിൽ, സിംഗിൾ ലേഡി ആണെങ്കിൽ RPF വനിതാ കോൺസ്റ്റബിൾ എല്ലാ സ്റ്റേഷനിലും പോയിട്ട് മേരി സഹേലി എന്ന് പറഞ്ഞ ഒരു പരിപാടിയുണ്ട്. നിങ്ങളെ വന്നിട്ട് എന്തോ പ്രശ്നമുണ്ടോ തിരുവനന്തപുരം വരെ എത്തുന്നവരെ നിങ്ങളോട് ചോദിക്കും. ഇങ്ങനെയുള്ള കുറെ നല്ല നല്ല കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾ ഓർത്തു വെക്കുക. ഒരു ഡോക്ടർ ചെയ്തതാണ് 139 അജ്ഞത കൊണ്ട് ചെയ്തു വെച്ചതാണ്. കണ്ണൂരിൽ നിന്ന് കോഴിക്കോട് വരെ പോകേണ്ട ഡോക്ടറാണ്. എടക്കാട് നിന്ന് കയറിയതാണ് വൈകുന്നേരത്തെ പാസഞ്ചറിൽ. അവൻ നഗ്നത പ്രദർശിപ്പിച്ച് വടകര ഇറങ്ങി. ഡോക്ടർ കോഴിക്കോട് വെച്ചില്ല പരാതി കൊടുത്തത്. ഡോക്ടർ കോഴിക്കോട് വെച്ച് പരാതി കൊടുക്കുമ്പോഴേക്ക് ഇദ്ദേഹം ഇറങ്ങിപ്പോയി. ഇതുവരെ ആളെ പിടിക്കാൻ പറ്റിയില്ല. അതേപോലെ ഇങ്ങനെയുള്ള നല്ല നല്ല കാര്യങ്ങൾക്ക് 139 നമ്പർ ഉപയോഗിക്കുക. രണ്ടാമത്തെ കാര്യം, നിങ്ങളുടെ മക്കൾ പറയും അച്ഛനും അമ്മേനോടും ഗേൾ ഫ്രണ്ടോടും ബോയ് ഫ്രണ്ടോടും സംസാരിക്കാൻ നെറ്റ് കിട്ടുന്നില്ല. ബോയ് ഫ്രണ്ടോട് സംസാരിക്കേണ്ടിയിട്ടാണ്. അത്ര അത്യാവശ്യമൊന്നുമില്ല. നിങ്ങൾ വിടണ്ട, നിങ്ങളെ വീട്ടിൽ തന്നെ ഇരുന്നിക്കും. അങ്ങനെയുള്ള മരണങ്ങളും നടന്നിട്ടുണ്ട്. നമ്മളെ അനുഭവ സമ്പത്ത് കൊണ്ട് പറയാണ്, നിങ്ങളുടെ മക്കളെയും നിങ്ങളുടെ കുടുംബം നമുക്കും കൂടെ വളരെ വേണ്ടപ്പെട്ടതാണ്. ഭദ്രമായ സുരക്ഷിതമായ ഒരു യാത്ര നമ്മൾ കൂടി വാഗ്ദാനം ചെയ്യുന്ന അതിന്റെ പേരിലാണ് ഞാൻ നിങ്ങൾക്ക് ഈ ക്ലാസ് എടുത്തു തരുന്നത്. നമ്പർ ഏതാ ഓർമ്മയുണ്ടോ? ലേഡീസ് പറ, ഏതാ നമ്പർ? അത് നിങ്ങൾ മാത്രമല്ല, നിങ്ങളെ പരിചയക്കാരോടൊക്കെ പറയണം. ഇപ്പൊ ട്രെയിൻ യാത്ര ഏറ്റവും സുഖമാണ്. കോഴിക്കോട് നിന്ന് വണ്ടി കണ്ണൂരൊക്കെ എത്താൻ വെറും 50 മിനിറ്റ് വേണ്ടു. കഴിഞ്ഞ ആഴ്ച കണ്ടില്ല നിങ്ങൾ ഫേസ്ബുക്കിലൊക്കെ കാണുന്നില്ല, 50 മിനിറ്റ് വേണ്ടു. നിങ്ങൾ ബസ്സിലാണെങ്കിൽ 5 മണിക്കൂർ യാത്രയാണ്. അതുകൊണ്ട് തന്നെ യാത്രക്കാർ കൂടി വരികയാണ്. നിങ്ങളിത് വേണ്ട രീതിയിൽ ഉപയോഗിക്കുക. നമ്മളും നിങ്ങളെ കൂടെ ഉണ്ടാവും. ഓക്കെ.